ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിക്കുക. കാരണം അതിന് നമുക്ക് അത്രയും വലിയ പണിയുള്ള കാര്യമല്ല. വലിയവരോട് സംസാരിക്കുമ്പോഴല്ലേ ഒരു ചമ്മലൊക്കെ. അതുപോലെ തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. വീടുകളിൽ കുട്ടികളുണ്ടാവണമെന്നില്ല. ഏതൊരു കുട്ടിയോടും നമ്മളൊരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടീനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടി കുളിക്കുകയാണെങ്കിൽ അവരോട് പറയാം, ഐ എം ഹാവിങ് ബാത്ത്, ഐ എം ഹാവിങ് ബാത്ത്. ഇത് പറഞ്ഞു നോക്കിയേ, പിന്നെ അവർ തന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളും പഠിക്കും, അവരും പഠിക്കും. അതുപോലെ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് പറയാം, ഐ ഹാഡ് ബാത്ത്. കുളി കഴിഞ്ഞു എന്നതിന് ഇംഗ്ലീഷാണ് ഐ ഹാഡ് ബാത്ത്. അവരത് റിപ്പീറ്റ് ചെയ്യും. ഇതൊരു 2 ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും പഠിക്കും, അവരും പഠിക്കും. ഓക്കെ. സോ ഹായ് ഹലോ എവരി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഇംഗ്ലീഷ് പഠിക്കാനുള്ള അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ചാലഞ്ച് ഏറ്റെടുത്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീഡിയോ ചെയ്തത് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ 6 ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ധാരാളം സെൻറ്റൻസസും അതുപോലെ വേർഡ്സ്, വൊക്കാബുലറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പഠിച്ച ആ സെൻറ്റൻസസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ സെൻറ്റൻസസ് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അതേസമയം കുട്ടികളോട് ഇതുപോലെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന പോലെ കുറേ സെൻറ്റൻസസ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടാവില്ല. അതവർക്ക് ഭയങ്കര ബോറിസായിരിക്കും. ഒരു സെൻറ്റൻസ് മാത്രം അറ്റ് എ ടൈം അവരോട് പറഞ്ഞാൽ മതി. അത് 2-3 ദിവസം പറഞ്ഞു കഴിയുമ്പോൾ അതവർ പഠിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ മാത്രം നമുക്ക് പുതിയ സെൻറ്റൻസിലോട്ട് കടക്കാം. ദിവസത്തിൽ ഒരു സെൻറ്റൻസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു സമയത്ത് ഒരു സെൻറ്റൻസ് മാത്രം അവരെ പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഐ എം ഹാവിങ് ബാത്ത് എന്ന് ഞാൻ പറഞ്ഞു, കുളിക്കുന്ന സമയത്ത്. അതേസമയം പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാം, ഐ എം ബ്രഷിങ് മൈ ടീത്ത്. ഒന്ന് പറഞ്ഞേ, ഇത് ഇംഗ്ലീഷാണ്. ഐ എം ബ്രഷിങ് മൈ ടീത്ത് എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും. അത് പല്ല് തേച്ച് കഴിയുമ്പോൾ ഐ ബ്രഷ്ഡ് മൈ ടീത്ത്, അതും പറഞ്ഞു കൊടുക്കുക. ഒരു ദിവസം നമ്മൾ 3 സെൻറ്റൻസൊക്കെ അവരെ പഠിപ്പിച്ചാൽ മതിയായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഐ എം ഹാവിങ് ഫുഡ്, അല്ലെങ്കിൽ ഐ എം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഭക്ഷണം ഐ എം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് സെറ്റാവും. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ഓക്കെ. സോ ഇന്ന് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് കോൺവെർസേഷൻ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോക്കാം. പാരൻറ്റും കുട്ടിയുമായിട്ടുള്ള കോൺവെർസേഷൻ. ഇതിൽ നിന്നും കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഞാൻ മലയാളത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് നിങ്ങൾ നോക്കരുത്, മലയാളം ഈ ഒരു സെൻറ്റൻസസ് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് വായിച്ച് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയാലോ. പാരൻറ്റ് പറയാണ്, എഴുന്നേൽക്കൂ, ഇതിനകം 7 മണിയായി, അല്ലെങ്കിൽ എനിക്ക് 7 മണിയായി. ചൈൽഡ് പറയാണ്, 5 മിനിറ്റും കൂടിയും പ്ലീസ്. അപ്പോൾ പാരൻറ്റ് പറയാണ്, ഇല്ല, സ്കൂളിലേക്ക് പോകാനായിട്ട് വൈകും. അപ്പോൾ കുട്ടി പറയാണ്, ശരി, ഞാൻ എഴുന്നേൽക്കാം. എഴുന്നേൽക്കുവിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് വേക്കപ്പ്, അല്ലേ? വേക്കപ്പ്. അതിനുശേഷം പറയാണ്, ഇതിനകം 7 മണിയായി. ഇതിനകം അല്ലെങ്കിൽ ഇപ്പം തന്നെ 7 മണിയായി, നേരം വൈകിയെന്നൊക്കെ പറയില്ലേ. ഇറ്റ്സ് ഓൾറെഡി 7 o'clock. 5 മിനിറ്റും കൂടിയും പ്ലീസ് എന്ന് കുട്ടി പറയുന്നുണ്ട്, അല്ലേ? 5 മിനിറ്റ് തന്നെ. അപ്പോൾ കൂടി എന്ന് പറയുന്നുണ്ട്, കുറച്ചും കൂടി എന്ന് പറയുന്നത് മോർ. 5 more minutes പ്ലീസ്. അപ്പോൾ പേരൻ്റ് എന്താ പറയുന്നത്? നോ, ഇല്ല, നീ സ്കൂളിലോട്ട് ലേറ്റ് ആകും. സ്കൂളിലേക്ക് ലേറ്റ് ആകും എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാര്യമാണ്, ഫ്യൂച്ചറാണ്. അതുകൊണ്ടാണ് ഇവിടെ വിൽ ഉപയോഗിക്കുന്നത്. യു കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫിക് കോമ ഇട്ടിട്ട് 2 L ഇട്ടിരിക്കുന്നത് കണ്ടോ, അതാണ് യു വിൽ ബി ലേറ്റ്. എന്നുവെച്ചാൽ നീ ലേറ്റ് ആകും.
എവിടേക്കാണ് ലേറ്റ് ആകുന്നത്? ഫോർ സ്കൂളിലോട്ട് ലേറ്റ് ആകും. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? ഓക്കെ, ഐ എം ഗെറ്റിംഗ് അപ്പ്. ഐ എം ഐ എം ഐ ആം എന്നാണത്. ഐ എം അത് സിമ്പിളായിട്ട് എഴുതുന്നതാണ്, ഷോർട്ടാക്കി എഴുതി. ഗെറ്റിംഗ് അപ്പ് ഐ എൻ ജി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഗെറ്റിംഗ് അപ്പ് എന്നുവെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്, ഇപ്പോൾ കൊച്ചു എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പേരൻറ്റ് പറയാണ് പല്ല് തേച്ച് വേഗം കുളിക്കൂ. അപ്പോൾ കുട്ടി പറയാണ് എൻ്റെ യൂണിഫോം എവിടെയാണ്? അത് കഴിഞ്ഞിട്ട് പേരൻറ്റ് പറയുന്നുണ്ട് അത് കസേരയിലുണ്ട്, ശരിയായി ധരിക്കൂ. കുട്ടി പറയുന്നു എനിക്ക് സോക്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സോക്സ് കാണാനില്ല. പേരൻറ്റ് പറയാണ് നിൻ്റെ ഡ്രോയറിൽ നോക്കൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കൂ, എന്നിട്ട് നോക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ മിസ്റ്റേക്സ് വന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. മിസ്റ്റേക്സ് നിങ്ങൾ തന്നെയല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ എന്തിനാ കുഴപ്പം? ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക. പാരൻറ്റ് പറയാണ് ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ടേക്ക് എ ബാത്ത് ക്വിക്കലി. രണ്ട് കാര്യം പറയുന്നുണ്ട്, പല്ല് തേക്കലും കുളിക്കലും. രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ നമ്മൾ വെക്കുന്നതാണ് ആൻഡ്. ബ്രഷ് യുവർ ടീത്ത് പല്ല് തേക്കൂ, ടേക്ക് എ ബാത്ത് ക്വിക്കലി എന്നുവെച്ചാൽ കുളിക്കൂ പെട്ടെന്ന്. പല്ല് തേക്കുക കുളിക്കുക രണ്ടും പെട്ടെന്ന്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്തോടെ കുട്ടികളോട്? എല്ലാ ദിവസവും നിങ്ങൾക്ക് പറയാം. ആദ്യത്തെ ദിവസം തന്നെ പറയുമ്പോൾ അവർ പറയും അമ്മ എന്താ ഈ പറയണേ, ഒന്നും മനസ്സിലാവണില്ല. രണ്ടാമത്തെ ദിവസം ഇത് തന്നെ പറയാം, അവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് അപ്പം തന്നെ മലയാളത്തിലും പറയാം, അപ്പോൾ അവർക്ക് ക്ലിയർ ആയി കാര്യം. രണ്ടാമത്തെ ദിവസം ഇതേ സെൻറ്റൻസ് പറയുക, എന്നിട്ട് പിന്നെയും മലയാളത്തിൽ പറയുക. അവർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുമായിരിക്കും. പക്ഷേ 3 ദിവസം ആകുമ്പോഴത്തേക്കും അവരും പഠിക്കും നിങ്ങളും പഠിക്കും. ഓക്കെ, ഓരോ സെൻറ്റൻസസും ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് ചൈൽഡ് പറയാണ് വെർ ഇസ് മൈ യൂണിഫോം, എൻ്റെ യൂണിഫോം എവിടെയാണ്? പാരൻറ്റ് പറയുന്നുണ്ട് ഇറ്റ്സ് ഓൺ ദ ചെയർ, ചെയറിൻ്റെ മേലെ. ഓൺ ദ ചെയറിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ യൂണിഫോം ഈസ് ഓൺ ദ ചെയർ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് അത്, നമ്മൾ അങ്ങനെയല്ലേ പറയാറ്, അതാ ചെയറിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്. യൂണിഫോം ചെയറിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കുറവാണ്, അപ്പോൾ അവിടെ ഇറ്റ്സ് എന്ന് ഉപയോഗിക്കാം. പിന്നെ വെയർ ഇറ്റ് പ്രോപ്പർലി, ഭംഗിയിൽ ധരിക്കൂ. വെയർ ഇറ്റ് അല്ലെങ്കിൽ ശരിയായിട്ട് ധരിക്കൂ, വെയർ ഇറ്റ് പ്രോപ്പർലി. അത് കഴിഞ്ഞ കുട്ടി പറയാണ് ഐ കാൺട്ട് ഫൈൻഡ് മൈ സോക്സ്, എനിക്ക് എൻ്റെ സോക്സ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കാണാൻ, കണ്ടുപിടിക്കാൻ. കാണ്ട് സാധിക്കുന്നില്ല. ഐ കാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കുന്നില്ല. നെക്സ്റ്റ് പാരൻറ്റ് പറയാണ് ചെക്ക് ഇൻസൈഡ് യുവർ ഡ്രോവർ, നിൻ്റെ ഡ്രോവറിൻ്റെ ഉള്ളിൽ. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നോക്കൂ, ചെക്ക് ചെയ്യൂ. ചൈൽഡ് പറയാണ് ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടി. വളരെ സിമ്പിളല്ലേ? അത് നമുക്ക് പലപ്പോഴായിട്ട് ഉപയോഗിക്കാം. ഗോട്ട് ഇറ്റ് കിട്ടി. അത് കഴിഞ്ഞ് പാരൻറ്റ് പറയാണ് വേഗം ഭക്ഷണം കഴിക്കൂ. കുട്ടി പറയുന്നു എനിക്ക് അധികം വിശക്കുന്നില്ല. പാരൻറ്റ് പറഞ്ഞു കുറഞ്ഞത് പാലെങ്കിലും കുടിക്കൂ. കുട്ടി പറയുന്നു ശരി. ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യൂ കേട്ടോ, എന്നിട്ട് ഇംഗ്ലീഷിലൊന്ന് എഴുതൂ. ഇംഗ്ലീഷിൽ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാം. പാരൻറ്റ് പറയാണ് ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കൂ. അത് ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണെങ്കിൽ എന്ത് പറയും? ഈറ്റ് യുവർ ലഞ്ച്. വൈകുന്നേരത്തെ ഭക്ഷണമാണെങ്കിലോ ഈറ്റ് യുവർ ഡിന്നർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുട്ടി പറയാണ് ഐ എം നോട്ട് വെരി ഹംഗ്രി, എനിക്ക് അത്രയും വിശപ്പ് തോന്നുന്നില്ല. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ദാഹത്തിന് എന്ത് പറയും? തേഴ്സ്റ്റ്. ഐ എം നോട്ട് വെരി തേഴ്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നില്ല. ഇവിടെ കുട്ടി പറയുന്നത് എനിക്ക് അത്രയും വിശക്കുന്നില്ല, ഹംഗ്രി. അത് കഴിഞ്ഞ് പാരൻറ്റ് പറയാണ് അറ്റ്ലീസ്റ്റ് ഡ്രിങ്ക് യുവർ മിൽക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പാലെങ്കിലും കുടിക്കൂ എന്ന് പറയാണ്. ആ എങ്കിലും എന്ന് പറയുന്നതാണ് അറ്റ്ലീസ്റ്റ്. ചൈൽഡ് പറയുന്നുണ്ട് ഓക്കെ. ഇനി പാരൻറ്റ് പറയാണ് നിൻ്റെ ബാഗ് എടുക്കൂ, എല്ലാം എടുത്തോ? കുട്ടി പറയുന്നു അതെ എടുത്തു. അപ്പോൾ പാരൻറ്റ് പറയാണ് പോവാം, ബസ് ഉടൻ വരും. നോക്കാം ഇംഗ്ലീഷിൽ ഇനി എങ്ങനെയാണ് നമ്മൾ എഴുതാന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ.
പാരൻറ്റ് പറയാണ് സ്കൂൾ ബാഗ് എടുക്കൂ. ടേക്ക് യുവർ സ്കൂൾ ബാഗ്. എടുക്കൂ എന്നതിനെ ടേക്ക്. ഡിഡ് യു പാക്ക് എവറിത്തിങ്? ഡിഡ് യു. ഇവിടെ ഡിഡാണ് വന്നത്. നീ എല്ലാം പാക്ക് ചെയ്തോ? ഡിഡ് എന്ന് പറയുന്നത് ചെയ്തോ, കഴിഞ്ഞു പോയതാണത്. ഡു എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്തു എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഡു. ചെയ്തോ എന്ന് പറയുന്നതാണ് ഡിഡ്. ഓക്കെ, ഈ ഡിഡ് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വയ്ക്കുകയാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അതിനുശേഷം ചൈൽഡ് പറയാണ് യെസ് ഐ ഡിഡ്. ഇവിടെ ഐ ഡിഡ് പറഞ്ഞു, കാരണം ഞാൻ ചെയ്തു, കഴിഞ്ഞുപോയി. ഇവിടെ സെൻറ്റൻസിൽ ഡിഡ് ലാസ്റ്റാണ് വന്നത്, കാരണം അതൊരു ആൻസറാണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഡിഡ് ഇരുന്ന് ഫസ്റ്റ് വന്നേനെ. ഓക്കെ, ഇനി പാരൻറ്റ് പറയാണ് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ബസ് ഇപ്പോൾ വരും എന്ന് പറയാ. ദ ബസ് വിൽ കം സൂൺ. ഇവിടെ വിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം വന്നിട്ടില്ല, വരും എന്നാണ് പറയുന്നത്. ഇനി വേറൊരു കോൺവെർസേഷൻ നോക്കാം. കുട്ടിയും പാരൻറ്റും തമ്മിൽ ഷോപ്പിങ്ങിന് പോവുകയാണ്. സൂപ്പർ മാർക്കറ്റ് എത്തി. അപ്പോൾ അതിനുശേഷം അവരെന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്? നമ്മുടെ മെത്തേഡ് മറക്കണ്ട. ഞാൻ മലയാളത്തിലാണ് ആദ്യം എഴുതുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം, ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ ഓൺ ചെയ്ത് ഇംഗ്ലീഷ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ശരിയല്ലാത്തത് ശരിയാക്കി അത് പഠിക്കണം. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. എന്നോടൊപ്പം വരൂ. പാരൻറ്റ് പറയാണ് വി ആർ ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. വി ആർ ഗോയിങ് ടു ദ. ഇനി ഇതേ സെൻറ്റൻസ് നമുക്ക് വേറെ പല സിറ്റുവേഷനിലും ഉപയോഗിക്കാം അല്ലേ? ഞങ്ങൾ പള്ളിയിൽ പോകുന്നു. വി ആർ ഗോയിങ് ടു ദ ചർച്ച്. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നു. വി ആർ ഗോയിങ് ടു ദ ടെമ്പിൾ. ഞങ്ങൾ മോസ്കിൽ പോകുന്നു. വി ആർ ഗോയിങ് ടു ദ മോസ്ക്. അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നു. വി ആർ ഗോയിങ് ടു വാച്ച് മൂവി. അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ദ സിനിമ തിയേറ്റർ. ഓക്കെ, അല്ല വി ആർ ഗോയിങ് ടു ദ തിയേറ്റർ, അതായിരിക്കും ഉചിതം. അങ്ങനെ പലപ്പോഴായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വി ആർ ഗോയിങ് ടു ദ സ്കൂൾ, വി ആർ ഗോയിങ് ടു ദ, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അവിടെ കൂട്ടിച്ചേർക്കാം. എന്നോടൊപ്പം വരൂ. കം വിത്ത് മീ. കുട്ടി ചോദിക്കുകയാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കട്ടെ. കുട്ടി പറയാണ് ക്യാൻ ഐ ബൈ ചോക്ലേറ്റ്സ്. ഇവിടെ ക്യാൻ ആദ്യം വന്നു, കാരണം അതൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങിക്കട്ടെ. ഓക്കെ, ക്യാൻ ഐ ബൈ എന്ന് പറയുന്നതാണ് വാങ്ങുക. വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ ഐ ബൈ എന്ത്? ചോക്ലേറ്റ്സ്. അപ്പോൾ പാരൻറ്റ് പറയാണ് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി, കൂടുതൽ വാങ്ങിക്കരുത്. ഒന്ന് മാത്രം, കൂടുതലല്ല. ഓൺലി വൺ, ഒന്ന് മാത്രം. നോട്ട് മോർ, കൂടുതലല്ല. നോട്ട് മോർ. അപ്പോൾ കുട്ടി എന്ത് പറയുന്നു? ഓക്കെ, ശരി. അത് കഴിഞ്ഞിട്ട് കുട്ടിയോട് പാരൻറ്റ് പറയാണ് ഒരു ബാസ്ക്കറ്റ് എടുക്ക്, അതുകൊണ്ട് എന്നെ പിന്തുടര്, അല്ലെങ്കിൽ എൻ്റെ കൂടെ വായോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വായോ. ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ വായോ. അതെങ്ങനെ പറയും? ഒരു ബാസ്ക്കറ്റ് എടുക്കൂ, എന്നെ പിന്തുടരൂ. അത് ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, അത് ഇത്രയേ ഉള്ളൂ. ടേക്ക് എ ബാസ്ക്കറ്റ്. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കൂ. ടേക്ക് എ ബാസ്ക്കറ്റ് ആൻഡ് ഫോളോ മീ. എന്നെ പിന്തുടരൂ. ഫോളോ മീ. അത് കഴിഞ്ഞ് കുട്ടി ചോദിക്കുകയാണ് നമുക്ക് ഐസ്ക്രീം വാങ്ങിയാലോ? ക്യാൻ വി ബൈ ഐസ്ക്രീം ടു. ക്യാൻ വി ബൈ എന്ന് പറഞ്ഞാൽ ക്യാൻ വി ബൈ, നമ്മൾ മുന്നും കണ്ടു ബൈ എന്ന് പറയുന്നത് വാങ്ങുക. ക്യാൻ വി ബൈ, വാങ്ങിക്കാമോ? ഐസ്ക്രീം ടു. ഇവിടെ എന്തിനാ ടു വന്നത്? കാരണം ചോക്ലേറ്റ്സ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതും കൂടിയും എന്ന് നമ്മൾ പറയില്ലേ, ഇതും കൂടി വാങ്ങിക്കട്ടെ, ഇതും കൂടിയും. ആ ഒരു ഇതും കൂടിയും എന്ന് പറയുന്നതാണ് ടു. പാരൻറ്റ് പറയാണ് പിന്നീട് നോക്കാം, ആദ്യം പച്ചക്കറി എടുക്കാൻ സഹായിക്കൂ. അപ്പോൾ പാരൻറ്റ് പറയാണ് ലെറ്റ് സി ലേറ്റർ. പിന്നെ നോക്കാം. ലെറ്റ് സി ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. ലെറ്റ്സ് സി, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്നാണ് ലെറ്റ്സ്. ലെറ്റ്സ് എന്ന് പറയുന്നത് ലെറ്റ് അസ് ആണ്.
ലെറ്റ് അസ് സീ ലേറ്റർ. ഇത് ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഹെൽപ്പ് മീ പിക്ക് വെജിറ്റബിൾസ്. എന്നെ വെജിറ്റബിൾ എടുക്കാൻ. പിക്ക് ഒരു പുതിയ വാക്കാണെങ്കിൽ അതിപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. പിക്ക് വെജിറ്റബിൾസ്. ഫസ്റ്റ് ഹെൽപ്പ് മീ പിക്ക് വെജിറ്റബിൾസ്. അപ്പോൾ കുട്ടി പച്ചക്കറി ഇങ്ങനെ എടുക്കാനായിട്ട് നോക്കി. എന്നിട്ട് കുട്ടി എന്താ ചോദിക്കുന്നത്? ഏതെടുക്കണം? വിച്ച് വൺ ഷുഡ് ഐ ടേക്ക്? വിച്ച് വൺ എന്ന് പറയുന്നത് ഏത്. ഷുഡ് ഐ ടേക്ക് ഏത് എടുക്കണം എന്നുവെച്ചാൽ കുറേ എണ്ണം ഉണ്ടായിരിക്കും അവിടെ, അല്ലെങ്കിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ കുട്ടി പറയാണ് വിച്ച് വൺ ഷുഡ് ഐ ടേക്ക്. ഇവിടെ ഷുഡ് ഉപയോഗിച്ചിരിക്കുന്നത് നിർബന്ധമായും എടുക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഷുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് വൺ ഷുഡ് ഐ ടേക്ക്, ഞാൻ ഏത് എടുക്കണം. എടുക്കട്ടെ എന്നല്ല, എടുക്കണോ എന്നല്ല, എടുക്കണം. അവിടെയാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. പുതിയതെടുക്കൂ, കേടായവ വേണ്ട. ടേക്ക് ഫ്രഷ് വൺസ്. പുതിയത് എടുക്കൂ. ഫ്രഷ് വൺസ്. ടേക്ക് എന്ന് പറയുന്നത് എടുക്കൂ. ടേക്ക് അത് പഠിച്ചു വെച്ചോ. ടേക്ക് എടുക്കൂ. ടേക്ക് എടുക്കൂ. ടേക്ക് ഫ്രഷ് വൺസ്. പുതിയത് എടുക്കൂ. നോട്ട് ദ ഡാമേജ്ഡ് വൺസ്. ചീത്തയായത് വേണ്ട. ഡാമേജ്ഡ് വൺസ്. ചീത്തയായത് എന്നുവെച്ചാൽ വൺസ് എന്ന് ഇവിടെ ഉപയോഗിക്കാൻ കാരണം ഇവിടെ കുറേ വെജിറ്റബിൾസ് ഉണ്ടല്ലേ. അപ്പോൾ ഡാമേജ്ഡ് വൺസ്. നോട്ട് ദ ഡാമേജ്ഡ് വൺസ്. ചീത്തയായത് അല്ല, വേണ്ട. കുട്ടി പറയാണ് ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് കുട്ടി ചിലപ്പോൾ കടയുടെ ഉള്ളിൽ ഓടി കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കടയ്ക്കുള്ളിൽ ഓടരുത്, എൻ്റെ അടുത്ത് നിൽക്കൂ. ഡോണ്ട് റൺ ഇൻസൈഡ് ദ ഷോപ്പ്. ഡോൺ റൺ എന്ന് പറഞ്ഞാൽ ഓടരുത്. അതിപ്പോൾ കുട്ടി വെറുതെ ഓടുകയാണെങ്കിൽ പോലും നമുക്ക് പറയാം ഡോൺ റൺ, ഓടരുത്. ഇവിടെ ഷോപ്പിൻ്റെ ഉള്ളിൽ ഓടുന്നത് കൊണ്ട് ഡോൺ റൺ ഇൻസൈഡ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ ഉള്ളിൽ, ഇൻസൈഡ് ഉള്ളിൽ, ഓടരുത്. വെറുതെ ഡോൺ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടരുത്, അതും ഒരു അർത്ഥമുണ്ട്. ഡോൺ റൺ ഇൻസൈഡ് ദ ഷോപ്പ്, ഷോപ്പിൻ്റെ ഉള്ളിൽ ഓടരുത്. സ്റ്റാൻഡ് നിയർ മീ, എൻ്റെ അടുത്ത് നിൽക്കൂ. സ്റ്റാൻഡ് നിൽക്കൂ. നിയർ മീ എൻ്റെ അടുത്ത്. ഓക്കെ. സംസാരിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ 6-7 ദിവസത്തെ വീഡിയോസായി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. അല്ലാതെ വെറുതെ ക്ലാസ് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് എഴുതി വെച്ച് കാണാപ്പാഠം പഠിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഈ പറയുന്ന സെൻറ്റൻസസ് നിങ്ങൾ പലപ്പോഴായിട്ട് വീട്ടിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഉപയോഗിക്കുക, കുട്ടികളോട് ഉപയോഗിക്കുക. അങ്ങനെ പേരൻസിനോടാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ പേരൻസിനോട് ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആരാണോ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇത് സംസാരിക്കുക തന്നെ വേണം. ഓക്കെ. സംസാരിച്ചാണ് ഇത് പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് വളരെ മടിയാണ്, ആരും ഇല്ല എങ്കിൽ ഞാനൊരു സജഷൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഒരു 1 hour എനിക്ക് നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ജൂലൈ 1 മുതൽ ഞാനിതിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നുണ്ട് ഓൺലൈനായിട്ട്. താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, നോക്കട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.